We are in a new section, conics as envelopes of tangent families. In this section, we will study how to generate a conic from its tangents. Okay, അപ്പോൾ കുറേ ടാൻജൻസ് നിന്ന് നമ്മൾ ആ ടാൻജൻസ് എല്ലാം കൂടി ജോയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടാൻജൻസിൻ്റെ എല്ലാം കൂടി വരുമ്പോൾ നമുക്കൊരു കോണിക്കിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ടാൻജൻസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ നമുക്കറിയാം. ഇനി അടുത്തൊരു കൺസെപ്റ്റ് കൂടി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഓക്സിലറി സർക്കിൾ. ഓക്കെ, അപ്പോൾ ഓക്സിലറി സർക്കിൾ ഓഫ് അത് ഫിഗർ പറയാം. ഓക്സിലറി സർക്കിൾ ഓഫ് പരാബോള ഈസ് ദ ടാൻജൻറ്റ് പാസിങ് ത്രൂ ഇറ്റ്സ് വേർട്ടെക്സ്. ഓക്കെ, ടെക്സ്റ്റിൽ അതിനെ ഡയറക്ട്രിക്സ് എന്നും പറയുന്നുണ്ട്. അപ്പം നമ്മൾ ശരിക്കും ഡയറക്ട്രിക്സ് നമുക്കറിയാം. ഇത് A0 ഫോക്കസ് ഉള്ളതാണെങ്കിൽ x=-a ആണ് ഡയറക്ട്രിക്സ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് വെർട്ടെക്സ്, അതായത് ആക്സസിനെ കട്ട് ചെയ്തു പോകുന്ന ടാൻജൻറ്റ് അത് മീറ്റ് ചെയ്യുന്ന അത്രയാണ് ആ സ്ട്രെയിറ്റ് ലൈനെയാണ് ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത്. കൺഫ്യൂഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത് ഓക്സിലറി സർക്കിൾ കേട്ടോ. എന്താ ഓക്സിലറി സർക്കിൾ? വെർട്ടെക്സിലുള്ള ടാൻജൻറ്റ്. ഓക്കെ, ദെൻ ദിസ് ഈസ് എലിപ്സ് അല്ലേ. എലിപ്സിൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് നോക്കിയത് നമുക്കറിയാം. മേജർ ആക്സിസ് ആണ് -a0 എന്ന് പറയുന്നത്. ഈ പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുന്ന ലൈന് മേജർ ആക്സിസ്. ഇവിടെ നമുക്ക് മൈനർ ആക്സിസ് ഉണ്ട് അല്ലേ, അതായത് 0 - bയും 0 bയും ജോയിൻ ചെയ്യുന്ന ലൈന്. ഓക്കെ, ഈ മേജർ ആക്സിസ് ഡയമീറ്റർ ആയിട്ടുള്ള സർക്കിളാണ് ഓക്സിലറി സർക്കിൾ ഇൻ ദ കേസ് ഓഫ് എലിപ്സ്. അപ്പോൾ ശ്രദ്ധിക്കുക, പരാബോളയുടെ കേസിൽ സ്ട്രെയിറ്റ് ലൈനാണ് കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെയാണ് ഹൈപ്പർബോളയുടെ കേസിലും മേജർ ആക്സിസ് ഡയമീറ്റർ ആയിട്ടുള്ള സർക്കിൾ. ഓക്കെ, ഇറ്റ് ഈസ് ദ ഓക്സിലറി സർക്കിൾ. സോ auxiliary circle of an ellipse or hyperbola is the circle whose diameter is its major axis, and for an parabola the auxiliary circle is the tangent to the parabola at its vertex. Now we have a theorem. A perpendicular from the focus of a non-degenerate conic to a tangent meets the tangent on the auxiliary circle of the conic. എന്താ പറയുന്നത്? പെർപെൻഡിക്കുലർ ഫ്രം എ ഫോക്കസ് ഓഫ് എ നോൺ ഡീജനറേറ്റ് കോണിക്. അപ്പോൾ നോൺ ഡീജനറേറ്റ് കോണിക് ആകുമ്പോൾ 3 എണ്ണം ഉണ്ട് അല്ലേ നമ്മുടെ കേസിൽ. ഇപ്പോൾ പരാബോള ഉണ്ട്, എലിപ്സ് ഉണ്ട്, ഹൈപ്പർബോള ഉണ്ട്, ശരിയല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യാൻ പോകുന്നത് പരാബോളയുടെ കേസാണ്. ഓക്കെ, ഇനി അവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു പരാബോള വരച്ചു അല്ലേ. ഓക്കെ, അതിൻ്റെ ഫോക്കസ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫോക്കസ് perpendicular from the focus of a non-degenerate conic, but in the case of parabola, here we have parabola to the tangent അല്ലേ. അപ്പോൾ ഒരു പോയിന്റിൽ ഒരു ടാൻജൻറ്റ് അല്ലേ. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ടാൻജൻറ്റ് വരയ്ക്കുകയാണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആവുന്ന തരത്തിൽ, പെർപെൻഡിക്കുലർ ഫ്രം ദ ഫോക്കസ് ഓഫ് എ നോ, അപ്പോൾ ഇതിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്നതാണെങ്കിൽ അത് ഓക്സിലറി സർക്കിളിൽ ടച്ച് ചെയ്യും. അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എന്തൊക്കെയാണ് വേണ്ടത്. അതിന് ജനറൽ ഫോം എടുത്തു, y² = 4ax. എനി ആർബിട്രറി പോയിന്റ് നമുക്ക് എങ്ങനെ എഴുതാം? at² to atb, എനി ആർബിട്രറി പോയിന്റ്. ഇപ്പോൾ നമ്മൾ ഫിഗറൊക്കെ വരച്ചു അല്ലേ, നല്ല ഭംഗിയിലൂടെ വരച്ചിട്ടുണ്ട്. അതേ ഫോക്കസ് A0, ഒരു പോയിന്റ് P മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടേക്കുള്ള ടാൻജൻ്റാണ് വരച്ചിട്ടുള്ളത്. ടാൻജൻറ്റ് ടച്ച് ചെയ്തിട്ടുള്ള മീൻസ് ഈ ഫോക്കസ് ആയിട്ടുള്ള പെർപെൻഡിക്കുലറായിട്ട് ടച്ച് ചെയ്തിട്ടുള്ള പോയിന്റ് T എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ അറിയാം. എന്തൊക്കെയറിയാം? ഈ ടാൻജൻറ്റ്, ഇപ്പോൾ PT എന്ന് പറയുന്ന ഈ ടാൻജൻറ്റും TF എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആണെന്നറിയാം. TF എന്ന് പറയുന്നത് A0 പാസ് ചെയ്തു പോകുന്നു എന്നറിയാം. PT അല്ലെങ്കിൽ ആ TP എന്ന് പറയുന്ന ടാൻജൻറ്റ് at² to at പാസ് ചെയ്തു പോകുന്നു എന്നറിയാം. നമുക്ക് തിയറം പ്രൂവ് ചെയ്യാൻ എന്താ വേണ്ടത്? അത് ഈ ആക്സിസിലാണ് അല്ലേ, അതായത് ഇവിടെ നമ്മുടെ ഈ കേസിൽ y ആക്സിസിലാണെന്ന് പ്രൂവ് ചെയ്യണം. y ആക്സിസിലാണെന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? അവിടുത്തെ x കോർഡിനേറ്റ് 0 ആണെന്ന് കിട്ടിയാലും മതി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ടാൻജൻറ്റിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ, ഇപ്പോൾ നമ്മൾ ആർബിട്രറി മീൻസ് സ്റ്റാൻഡേർഡ് ഫോം ഓഫ് പരാബോള കൺസിഡർ ചെയ്തു, y² = 4ax. ഇനി ആർബിട്രറി ഇലമെൻറ്റ് ഓർ ആർബിട്രറി പോയിന്റ് ഈസ് at² to at. പിന്നെ നമുക്ക് അറിയേണ്ടത് ടാൻജൻറ്റും അതിൻ്റെ പെർപെൻഡിക്കുലർ ആണ് അല്ലേ. ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ എന്താ? At any point P on the parabola, the tangent is of the form y1 = 2a into
എക്സ് പ്ലസ് x1 were this tangent passing through this point x1 y1. ഇതാണല്ലോ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ്. നമ്മുടെ ഇവിടുത്തെ പോയിൻ്റ് ഏതാ? ടാൻജൻറ്റ് പാസ് ചെയ്ത് പോകുന്ന ലൈൻ ഏതാ? AT സ്ക്വയർ 2AT. അപ്പോൾ നമുക്ക് x1ൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം? AT സ്ക്വയർ എന്നും y1ൻ്റെ പ്ലേസിൽ 2AT എന്നും കൊടുക്കാം. അതായത് y ഇൻറ്റു 2AT ഈക്വൽ ടു 2a ഇൻറ്റു എക്സ് പ്ലസ് AT സ്ക്വയർ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഫോം എങ്ങനെ കിട്ടിയത് നമുക്കറിയാം. y1 ഈക്വൽ ടു 2a ഇൻറ്റു എക്സ് പ്ലസ് x1 എന്ന് പറയുന്നത് ഇസ് ദ ഇക്വേഷൻ ഓഫ് എ ടാൻജൻറ്റ് അറ്റ് എനി പോയിൻറ്റ് x1 y1 ഓഫ് ദ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് പരാബോള. ഓക്കെ, അത് കൊടുത്തു. നമ്മളിതൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പോവാണേ. 2ATനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് എന്താവും? 2a വിൽ ഗെറ്റ് ക്യാൻസൽ. 1/t ഇൻറ്റു എക്സ് പ്ലസ് AT എന്ന് വരും അല്ലേ. അപ്പോൾ ഇത് ഏതാ ഫോം? y is equal to mx plus c എന്ന് പറയുന്ന ഫോമാണിത്. y is equal to mx plus c which means m is equal to 1/t which is slope, right? അപ്പോൾ ഇതാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇനി ഈ ടാൻജൻറ്റിന് പെർപെൻഡിക്കുലർ ആണ് എഫിൽ നിന്നുള്ള ലൈൻ. FT എന്ന് പറയുന്ന ലൈൻ ടാൻജൻറ്റിന് പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ FTയുടെ ഇക്വേഷൻ എന്ത്? FTക്ക് അപ്പോൾ നമുക്ക് എന്തൊക്കെ അറിയാം? FTയുടെ ടാൻജൻറ്റ് കിട്ടും. അതെന്തുകൊണ്ടാണ്? ഈ PT എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ടാൻജൻറ്റിന് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട്. ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 1/t ആണ്. അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വേറൊരു ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ ഇത് M1 ആണെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ആയതിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? -t എന്ന് വരും. കാരണം എന്താ? പെർപെൻഡിക്കുലർ ആവണമെങ്കിൽ M1 ഇൻറ്റു M2 ഈക്വൽ ടു -1 എന്ന് പറഞ്ഞല്ലേ, അതുകൊണ്ട്. അപ്പോൾ -t സ്ലോപ്പുള്ള A0യിലൂടെ പാസ് ചെയ്തു പോകുന്ന ലൈൻ, അതാണ് ഇനി അടുത്ത ഇക്വേഷൻ നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ ആണല്ലോ. ഇനി അപ്പോൾ -t സ്ലോപ്പുള്ള ഒരു ജനറൽ ഫോം ഓഫ് ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതാം? y is equal to mx plus c. ഇതാണ് നമ്മുടെ ജനറൽ ഫോം അല്ലേ. m സ്ലോപ്പിൻ്റെ പ്ലേസിൽ എന്ത് വരും? -tx plus c. അപ്പോൾ നമുക്ക് ഈ c കിട്ടണം, ശരിയല്ലേ? c കിട്ടാൻ നമുക്കറിയാവുന്ന ഒരൊറ്റ കാര്യം എന്താ? ഈ നമ്മുടെ PT അല്ലെങ്കിൽ FT അല്ലെങ്കിൽ TF എന്ന് പറയുന്ന ലൈന് A0യിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അതായത് എക്സിൻ്റെ പ്ലേസിൽ എയും വൈയുടെ പ്ലേസിൽ 0യും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അതായത് 0 ഈക്വൽ ടു -t ഇൻറ്റു എക്സിൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം? A കൊടുക്കാം അല്ലേ, പ്ലസ് c. അതായത് c is equal to AT. അപ്പോൾ കോൺസ്റ്റൻറ്റ് സിയുടെ വാല്യൂ നമുക്ക് കിട്ടിയില്ലേ. അപ്പോൾ ഇക്വേഷൻ ഇപ്പോൾ എന്താ കിട്ടിയത്? y is equal to -tx plus AT. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും ഈ പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ആ രണ്ട് പോയിന്റിലും ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ y കോർഡിനേറ്റ് ഒക്കെ എക്സ് കോർഡിനേറ്റ് ഈക്വൽ ആവും. സിംപ്ലിഫൈ ചെയ്യാൻ വേണമെങ്കിൽ രണ്ടും ഇക്വേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നോക്കി എക്സിൻ്റെ പ്ലേസിൽ 0 കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വൈയുടെ പ്ലേസിൽ എന്ത് വരും? എക്സ് ഈക്വൽ ടു 0 എന്ന് വരുമ്പോൾ y ഈക്വൽ ടു AT എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കാണ്. അതായത് ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈൻ്റെയും കോമൺ പോയിൻ്റാണ് 0 AT എന്ന് പറയുന്നത്, ശരിയല്ലേ? അതായത് 0 എന്ന് പറയുമ്പോൾ എക്സ് കോർഡിനേറ്റ് 0 ആണെങ്കിൽ അത് y ആക്സിസിൽ ഉള്ളതാണ് അല്ലേ. PT and FT clearly have the solution x equal to 0, y equal to AT. This means that the point of intersection T of the lines PT and FT has coordinate 0, AT. Hence, T lies on the auxiliary circle of the parabola. Okay. ഇനി എലിപ്സിൻ്റെ കേസിൽ ഇപ്പോൾ ഓക്കെ ആണല്ലോ അല്ലേ. നമുക്കറിയാം ഓക്സിലറി സർക്കിൾ എന്ന് പറയുന്നത് അതിൻ്റെ വെർട്ടെക്സിന് ടാൻജൻ്റ് ആയിട്ടുള്ള, അതായത് നമ്മുടെ y ആക്സിസ് ആണ്. അപ്പോൾ y ആക്സിസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ എന്തായിരിക്കും? എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ 0 AT എന്ന് പറയുന്ന ഇലമെൻറ്റ് ഓട്ടോമാറ്റിക് ആയിട്ടത് y ആക്സിസിലുണ്ട്. ദാറ്റ് ഈസ് ഇറ്റ് ലൈസ് ഓൺ ദ ഓക്സിലറി സർക്കിൾ ഓഫ് ദ പരാബോള. ഓക്കെ, ദെൻ തിയറം 4. സെയിം തിയറാണ്. തിയറം എന്തായിരുന്നു ഒന്നുകൂടി പറഞ്ഞു നോക്കിയേ. പെർപെൻഡിക്കുലർ ഫ്രം ദ ഫോക്കസ് ഓഫ് എ, ഇനി ഞാനിവിടെ എലിപ്സ് എന്ന് വായിക്കാൻ പോവാണ് കേട്ടോ. A perpendicular from the focus of a ellipse to a tangent meets the tangent on the auxiliary circle of the conic. അല്ലേ, സെയിം സാധനം തന്നെ. ഇപ്പോൾ ഫോക്കസ് നമുക്ക് വേണം. ഫോക്കസിൽ നിന്ന് ഏതെങ്കിലും ഒരു പോയിൻറ്റിൻ്റെ ടാൻജൻറ്റ് വരച്ചാൽ ആ ടാൻജൻറ്റിലേക്ക് ഫോക്കസിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ എന്തായിരിക്കും?
ടാൻജൻറ്റ് മീൻസ് ദ ടാൻജൻറ്റ് ഓൺ ദ ഓക്സിലറി സർക്കിൾ. അപ്പോൾ ഇവിടെ സർക്കിൾ ആയത് കുറേ ടാൻജൻസ് ഉണ്ട് അല്ലേ, സർക്കിളിൻ്റെ ടാൻജൻസ് ഉണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇനി അതാണ് നമ്മുടെ എലിപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എലിപ്സിൻ്റെ എന്തൊക്കെ വേണം? രുചിയുടെ സ്റ്റാൻഡേർഡ് ഫോം എടുത്തു നമ്മൾ. സ്റ്റാൻഡേർഡ് ഫോം ഏതാണ്? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. പിന്നെ എന്താ വേണ്ടത്? ആർബിട്രറി പോയിന്റ്. സോ ബൈ പാരാമെട്രിക് കോർഡിനേറ്റ്സ് എന്താണ്? എ കോസ് ടി ബി സൈൻ ടി. ഓക്കെ, രണ്ടെണ്ണം കൺസിഡർ ചെയ്തു. ദെൻ എലിപ്സ് കൺസിഡർ ചെയ്തു. നമ്മൾ ഈസിക്ക് വേണ്ടി എക്സ് കോർഡിനേറ്റ് എടുക്കണമെന്നേ, മീൻസ് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എടുക്കുന്നേ ഉള്ളൂ. സോ ഇതാണ് എലിപ്സ് എന്ന് പറയുന്നത്. ഫോക്കസ് മാർക്ക് ചെയ്തു അല്ലേ, ഫോക്കസ് എടുത്തു. ഓക്കെ, ദെൻ എന്ത് ഒരു പി എന്നുള്ള പോയിൻ്റ് മാർക്ക് ചെയ്തു, അതിലൂടെ ഒരു ടാൻജൻറ്റ് വരച്ചു. പറയേണ്ടത് എന്താ? ഈ ടാൻജൻറ്റ് നമ്മുടെ ഓക്സിലറി സർക്കിളെ ടാൻജൻറ്റാണെന്ന് പ്രൂവ് ചെയ്യണം. ശരിയല്ലേ? ഓക്കെ, ടാൻജൻറ്റിനോട് പെർപെൻഡിക്കുലറാണെന്ന് പ്രൂവ് ചെയ്യണം. ഈ ടാൻജൻറ്റ് ഓക്സിലറി സർക്കിളല്ല, അതിൻ്റെ ഇതിനോട് പെർപെൻഡിക്കുലറാണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഞാൻ അതിനെന്താ വേണ്ടത്? ആദ്യം ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ അറിയണം അല്ലേ. എലിപ്സിൻ്റെ കേസിൽ ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ എന്താ? എക്സ് എക്സ് വൺ വൈ എ സ്ക്വയർ പ്ലസ് വൈ വൈ വൺ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അത് എക്സ് എക്സ് വൺ ബൈ എ സ്ക്വയർ പ്ലസ് വൈ വൈ വൺ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറയുന്നതാണ് ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇത് പാസ് ചെയ്ത് പോകുന്ന ലൈൻ എക്സ് വൺ വൈ വൺ ഇവിടെ എന്താണുള്ളത്? എ കോസ് ടി ബി സൈൻ ടി ആണ് നമ്മുടെ പോയിൻ്റ്. അപ്പോൾ എക്സ് വണ്ണിൻ്റെ പ്ലേസിൽ എ കോസ് ടി എന്നും വൈ വണ്ണിൻ്റെ പ്ലേസിൽ ബി സൈൻ ടി എന്നും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എക്സ് ഇൻറ്റു എ കോസ് ടി ബൈ എ സ്ക്വയർ പ്ലസ് വൈ ഇൻറ്റു ബി സൈൻ ടി ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഓക്കെ, ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണെ ത്രൂ ഔട്ട്. ഇവിടെ എന്ത് വരും? ഈ എ ക്യാൻസൽ ആവും അല്ലേ. അപ്പോൾ എന്താവും? എക്സ് ബൈ എ കോസ് ടി എന്ന് വരും, പ്ലസ് ബി ബി ക്യാൻസൽ ആകുമ്പോൾ വൈ ബൈ ബി സൈൻ ടി എന്ന് വരും, ഈക്വൽ ടു 1. ഇപ്പോൾ ത്രൂ ഔട്ട് ഇനി എ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഈ ഡിനോമിനേറ്റർ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ ബോത്ത് സൈഡ് നമ്മൾ എ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? റൈറ്റ് സൈഡ് ഓട്ടോമാറ്റിക്കായിട്ട് എ ബി എന്ന് വരും. ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് ടേം എന്താ വരിക? ഫസ്റ്റ് ടേം എ ബി ഇൻറ്റു എക്സ് ബൈ എ കോസ് ടി പറയുമ്പോൾ എ ക്യാൻസൽ ചെയ്യുമ്പോൾ എക്സ് ബി കോസ് ടി അല്ലെങ്കിൽ ബി എക്സ് കോസ് ടി. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ ഈ ബി എന്നുള്ള ടേം ക്യാൻസൽ ചെയ്ത് പോവും, എ വൈ സൈൻ ടി എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി ടി ഡസ് നോട്ട് ബിലോങ്സ് ടു മൈനസ് പൈ ബൈ ടു, പൈ ബൈ ടു, 0, പൈ, അതായത് വെർട്ടിക്കൽ ടാൻജൻസും ഹൊറിസോണ്ടൽ ടാൻജൻസും അല്ലാത്ത കാര്യങ്ങൾ കൺസിഡർ ചെയ്യാൻ പോവാണ്. എഗെയിൻ ഞാൻ വീണ്ടും പറയുന്നു, എങ്ങനെയാണ് നമ്മൾ ടാൻജൻറ്റ് കാണുക? ഏതൊരു ഇക്വേഷൻ ആണെങ്കിലും ഇക്വേഷൻ y is equal to mx പ്ലസ് സി എന്നുള്ള ഫോം ആണെങ്കിൽ ഇവിടെ സി കോൺസ്റ്റൻ്റ് ആവും, എക്സിൻ്റെ ഒപ്പം എന്താണോ ടേം ഉള്ളത് അതായിരിക്കും സ്ലോപ്പ് അല്ലേ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. എ വൈ സൈൻ ടി ഈക്വൽ ടു മൈനസ് ബി എക്സ് കോസ് ടി പ്ലസ് എ ബി, ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ദാറ്റ് ഈസ് y is equal to ഈ എ സൈൻ ടീനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്. സോ മൈനസ് ബി ബൈ എ കോസ് ടി ബൈ സൈൻ ടി കോട്ട് ടി എന്ന് വരും, ഇതിങ്ങോട്ട് പോകുമ്പോൾ കോട്ട് ടി എന്ന് വരും, ഇൻറ്റു എക്സ് പ്ലസ് അടുത്ത ടേം എ ബി ബൈ എ സൈൻ ടി എന്നും വരും കേട്ടോ, എ സൈൻ ടി എന്നും വരും. ഓക്കെ, സോ ആ ടേമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അവിടെ എഴുതാം നമുക്ക്. നമുക്ക് ഇക്വേഷൻ ഈ ഒരു ഫോമില വരിക അല്ലേ, y is equal to മൈനസ് ബി ബൈ എ കോട്ട് ടി എക്സ് പ്ലസ് ബി ബൈ സൈൻ ടി എന്നുള്ള ഫോമിലാണ് നമ്മളിതിനെ ഇക്വേഷൻ നമുക്കിങ്ങനെ എഴുതാൻ പറ്റും. ഇപ്പോൾ ഇത് ഏത് ഫോം അഗൈൻ എം എക്സ് പ്ലസ് സി എന്നുള്ള ഫോമാണ്. എമ്മിൻ്റെ പ്ലേസിൽ ഇവിടെ എന്താ വീണ്ടും ഉള്ളത്? എമ്മിൻ്റെ പ്ലേസിൽ എക്സിൻ്റെ ഒപ്പമുള്ള ടേം അല്ലേ, മൈനസ് ബി ബൈ എ കോട്ട് ടി. സോ സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് അല്ലേ, സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് എന്ന് പറയുന്നതാണ് മൈനസ് ബി ബൈ എ കോട്ട് ടി. ഇതിന് പെർപെൻഡിക്കുലറാണ് ഫോക്കസിൽ നിന്നുള്ള സ്ട്രെയിറ്റ് ലൈൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫോക്കസിൽ നിന്നുള്ള സ്ട്രെയിറ്റ് ലൈൻ ഇതിൻ്റെ സ്ലോപ്പിൻ്റെ എങ്ങനെയായിരിക്കും? എം ആണ് സ്ലോപ്പിങ്, അതിൻ്റെ പെർപെൻഡിക്കുലറിൻ്റെ സ്ലോപ്പ് -1/m ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ സ്ലോപ്പ് ഓഫ് ദിസ് പെർപെൻഡിക്കുലർ അല്ലേ, അതായത് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഈ എഫ് ടി എന്ന് പറയുന്നതിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? ഇതിൻ്റെ സ്ലോപ്പിൻ്റെ റെസിപ്രോക്കൽ ഇൻറ്റു -1. സോ ഇതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ ഒരു മൈനസ് ഉണ്ട്. സോ എ ബൈ ബി വരും, കോട്ട് ടിയുടേത് ടാൻ ടി എന്ന് വരും. ഓക്കെ, ഇതാണ് എഫ് ടിയുടെ
ടാൻജൻറ്റ് എന്ന് പറയുന്നത്, സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, എഫ് ടിയുടെ സ്ലോപ്പാണ് എ ബൈ ബി ടാൻ ടി. നേരത്തെ പോലെ ഇക്വേഷൻ എങ്ങനെയാണ് വരിക? അപ്പോൾ y is equal to a by b tan t പ്ലസ് സി എന്ന് വരും. സി കിട്ടണം അല്ലേ? സി കിട്ടാൻ എന്താ വേണ്ടത്? അത് പാസ് ചെയ്ത് പോകുന്ന പോയിന്റ് കിട്ടണം. ഫോക്കസ് പാസ് ചെയ്ത് പോകുന്ന ഫോക്കസിൻ്റെ കോർഡിനേറ്റ്സ് ഏതാ? എ ഇ 0. അതായത് y 0 വരുമ്പോൾ എക്സ് ഉണ്ട് അല്ലേ? ഓക്കെ, എ ബൈ ബി ടാൻ ടി ഇൻറ്റു എക്സിൻ്റെ പ്ലേസിൽ നമുക്ക് എ ഇ കൊടുക്കാം. എ ഇ പ്ലസ് സി. Okay, that is അപ്പോൾ സിയുടെ വാല്യൂ എന്താ വരിക? എ സ്ക്വയർ വരില്ല, എ ഇൻറ്റു എ. സി ഈക്വൽ ടു മൈനസ് എ സ്ക്വയർ ബൈ ബി ഇ ടാൻ ടി. ഓക്കെ, അതാണ് സി എന്ന് പറയുന്നത്. എ മൈനസ് എ സ്ക്വയർ ഇ ബൈ ബി ടാൻ ടി. അപ്പോൾ നമുക്ക് സിയുടെ വാല്യൂം സ്ലോപ്പിൻ്റെ വാല്യൂം കിട്ടി. അപ്പോൾ എന്ത് വരും? y is equal to mx പ്ലസ് വിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y is equal to mx എന്ന് പറയുന്നത് എ ബൈ ബി ടാൻ ടി എം കിട്ടി ഇൻറ്റു എക്സ് പ്ലസ് സി എന്താ കിട്ടിയത് നമുക്ക്? മൈനസ് എ സ്ക്വയർ ഇ ഡിവൈഡഡ് ബൈ ബി ടാൻ ടി. ഇപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ ഇതിൻ്റെ ഡിനോമിനേറ്ററൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ഭംഗിയാക്കാൻ പോവാണ്. ത്രൂ ഔട്ട് ബി കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ ഒരു ഫോമിൽ കിട്ടും. എ എക്സ് സൈൻ ടി മൈനസ് ഇവിടെയൊക്കെ ഈ ടാൻ ടീനൊക്കെ ഏത് ഫോമിൽ എഴുതാം? സൈൻ ടി ബൈ കോസ് ടി എന്ന് എഴുതാം. ദെൻ സിംപ്ലിഫൈ ചെയ്ത ഫോമാണിത്. എ എക്സ് സൈൻ ടി മൈനസ് ബി വൈ കോസ് ടി ഈക്വൽ ടു എ സ്ക്വയർ ഈ സൈൻ ടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്യണം. നേരത്തെ സുഖമായിട്ട് y is equal to എന്നുള്ള ഫോമിലായതുകൊണ്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്കറിയാവുന്നൊരു ഫോമിലാണ് കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി ഈക്വൽ ടു 1 എന്നല്ല. അപ്പോൾ രണ്ട് വശത്തും നമ്മൾ സ്ക്വയർ ചെയ്യാൻ പോവാണ്. ആദ്യത്തേത് എങ്ങനെ വരും? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താ? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഇവിടെ കേസിൽ ബി സ്ക്വയർ എക്സ് സ്ക്വയർ കോസ് സ്ക്വയർ ടി പ്ലസ് എ സ്ക്വയർ വൈ സ്ക്വയർ സൈൻ സ്ക്വയർ ടി പ്ലസ് 2abxy സൈൻ ടി കോസ് ടി ഈക്വൽ ടു എ സ്ക്വയർ ബി സ്ക്വയറിന് ഈ പാർട്ട് കിട്ടും. ഓക്കെ, രണ്ടാമത്തത് ഇതുപോലെ എ സ്ക്വയർ എക്സ് സ്ക്വയർ സൈൻ സ്ക്വയർ ടി മൈനസ് ബി സ്ക്വയർ വൈ സ്ക്വയർ കോസ് സ്ക്വയർ ടി ഈസ് ഈക്വൽ ടു ഇത് രണ്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. എക്സ്പാൻഡ് ചെയ്തു. ദെൻ നമ്മളത് സിംപ്ലിഫൈ ചെയ്തു. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഫോമിലാണ് കിട്ടുക. ദെൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇങ്ങനെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ അല്ലേ. ദെൻ നമുക്ക് ബി സ്ക്വയറിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. ബി സ്ക്വയർ എന്താ? എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ മൈനസ് ഇ സ്ക്വയർ ആണ്. അതിൻ്റെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഈ ടേം ഒന്ന് നോക്കിയേ, കണ്ടോ? ത്രൂ ഔട്ട് എ സ്ക്വയർ ഔട്ട് സൈഡ് എടുത്തു. ഓക്കെ, ഇവിടെ നിന്ന് ഇത് ഓൾറെഡി എ സ്ക്വയർ ഉള്ളതാണ്. ഇവിടെ അടുത്തത് ഇവിടെ നിന്നൊക്കെ എ സ്ക്വയർ അടുത്തെടുത്തു. ന്യൂമർ ഇവിടെ എ സ്ക്വയർ ഉണ്ട്, ഇവിടെ എ സ്ക്വയർ, ഇവിടെ എ സ്ക്വയർ, അതേപോലെ ഡിനോമിനേറ്ററിൽ ഓരോ ടേമിലും ഉണ്ട്. അത് പരസ്പരം ക്യാൻസൽ ചെയ്തു. അപ്പോൾ ന്യൂമറേറ്റർ എന്താ വരും? എ സ്ക്വയർ ബൈ 1 മൈനസ് ഇ സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ സൈൻ ടി എന്ന് വരും ന്യൂമറേറ്റർ. ഡിനോമിനേറ്ററോ 1 മൈനസ്, ഇപ്പോൾ ഫോം ഇങ്ങനെയാണ് വരുന്നത്, 1 മൈനസ് ഇ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് സൈൻ സ്ക്വയർ ടി എന്നാണ് വരുന്നത്. അപ്പോൾ ഇത് ഡിസ്ട്രിബ്യൂട്ടീവിൽ അപ്ലൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു 1 മൈനസ് സൈൻ സ്ക്വയർ ടി, ഇതേ 1 മൈനസ് സൈൻ സ്ക്വയർ ടി, ഇ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഇ സ്ക്വയർ മൈനസ് ഇ സ്ക്വയർ ഇൻറ്റു മൈനസ് സൈൻ സ്ക്വയർ ടി. ഇതെല്ലാം കൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇതേ ഇവിടെ സൈൻ സ്ക്വയർ ടി മൈനസ് സൈൻ സ്ക്വയർ ടി ക്യാൻസൽ ചെയ്ത് പോകും. ന്യൂമറേറ്റർ നോക്കിയാൽ 1 മൈനസ് ഇ സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ സൈൻ സ്ക്വയർ ടി, ഡിനോമിനേറ്ററും അതുപോലെ ഈക്വൽ ടു എ സ്ക്വയർ. ഇപ്പോൾ കിട്ടിയിരിക്കണം എന്താണെന്ന് നോക്കിയേ, എവിടെ ടാൻജൻറ്റ് ഇത് മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ അല്ലേ. അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്നുള്ള സർക്കിളിൻ്റെ മുകളിലാണ് ടി പറയുന്ന പോയിൻ്റ് ഉള്ളത്. ഓക്കെ ഓക്കെ ദെൻ ഇനി നമ്മൾ ടി ഈക്വൽ ടു 0 പൈ മൈനസ് പൈ ബൈ 2 പൈ ബൈ 2 എന്നുള്ള 4 കേസിൻ്റെ ഒഴികെയുള്ള പോയിൻറ്റുകൾക്കാണ് ഇപ്പോൾ പറഞ്ഞത് അല്ലേ. ടി ഈക്വൽ ടു 0 പൈ വരുമ്പോൾ എന്താ വരിക?
ടി ഈക്വൽ ടു 0 എന്ന് വരുമ്പോൾ എഫ് പി എന്ന് പറയുന്ന the tangent to the ellipse at P is a what ഇപ്പോൾ നമ്മുടെ ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഇതായിരുന്നു കേട്ടോ ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ. ഇതായിരുന്നു ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ആ ഫോമിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ y is equal to ടാൻജൻറ്റിൻ്റെത് y is equal to മൈനസ് എ ബൈ ബി മൈനസ് ബി ബൈ എ അല്ലേ, മൈനസ് ബി ബൈ എ കോട്ട് ടി പ്ലസ് എ കോൺസ്റ്റൻ്റ് ഉണ്ടായിരുന്നു അവിടെ അല്ലേ, സി എന്ന് പറയുന്നത്. ഇനി ഈ സ്ലോപ്പ് കണ്ടോ, ഈ കോട്ട് ടി എന്ന് പറഞ്ഞത്, കോട്ട് എന്ന് പറയുന്നത് എന്താ, കോസ് ബൈ സൈൻ ആണ് അല്ലേ. അത് എപ്പോഴും എയും ബിയും 0 ആകാത്തതുകൊണ്ട് ഇനി കോസിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. കോസ് ടി ബൈ സൈൻ ടി ആണ്. ഓക്കെ, ഇനി ടി പ്ലസ് ഓർ മൈനസ് പൈ ബൈ 2 വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് 0 വരും. 0 ടാൻജൻറ്റ് എപ്പോഴാണ് 0 ആവുക? ഹൊറിസോണ്ടൽ ലൈൻ ആകുമ്പോൾ, അതായത് സർക്കിളിൻ്റെ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് വരുന്നത് അല്ലേ. ഓക്കെ, ദെൻ എക്സ് ഈക്വൽ ടു ടി ഈക്വൽ ടു 0 പൈ എന്നുള്ളത് എപ്പോഴാണ് വരിക? ടി ഈക്വൽ ടു 0 പൈ എന്ന് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ടാൻജൻറ്റ് എന്താവും? ഇൻഫിനിറ്റി വരും. ഇൻഫിനിറ്റി വരുമ്പോൾ എന്ത് വരും? ഇങ്ങനെ ഹൊറിസോണ്ടൽ ടാൻജൻസ് വരും അല്ലേ. If t equal to 0 or pi, the tangents to the ellipse at P is a vertical line perpendicular to FP, so that the tangent at P meets the perpendicular to it from F to P, which lies on the auxiliary circle. Then finally t equal to minus pi by 2 ആകുമ്പോൾ again tangent എന്ന് പറയുന്നത് horizontal line ആണ്. horizontal line with the equation y equal to, അതായത് എന്തുകൊണ്ടാണ് അത് 0 ആവും. ടിയുടെ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക, വൈയുടെ വാല്യൂ നമുക്ക് പ്ലസ് ഓർ മൈനസ് ബി എന്നാണ് കിട്ടുക. ദ പോയിന്റ് ടി വെർ പി ടി ഈസ് പെർപെൻഡിക്കുലർ ടു എഫ് ടി മസ്റ്റ് ദെൻ സാറ്റിസ്ഫൈ ദ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു എ ഇ ആൻഡ് വൈ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ബി. ഇത് എവിടെയുള്ള ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൽ എക്സിൻ്റെ പ്ലേസിൽ എ ഇന്നും വൈയുടെ പ്ലേസിൽ പ്ലസ് ഓർ മൈനസ് ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താ വരിക നോക്കിയേ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു, എക്സിൻ്റെ പ്ലേസിൽ നമുക്ക് കിട്ടിയത് എ സ്ക്വയർ ഇ സ്ക്വയർ ആണ്. വൈയുടെ പ്ലേസിൽ പ്ലസ് ഓർ മൈനസ് ആണ്, വൈ സ്ക്വയർ വരുമ്പോൾ ബി സ്ക്വയർ എന്ന് വരും. ബി സ്ക്വയർ ഈസ് നത്തിങ് ബട്ട് എ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഇ സ്ക്വയർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്നത് എ സ്ക്വയർ ആണ്. അതായത് ഈ പോയിൻ്റ് എക്സ് വൈ എ ഇ പ്ലസ് ഓർ മൈനസ് ബി എന്ന് പറയുന്ന പോയിൻ്റ് നമ്മുടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറയുന്ന ഓക്സിലറി സർക്കിളിലാണ്. ഓക്കെ, താങ്ക് യു.